അത് പരിശോധിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണല്ലോ. 31 നമ്പർ ബൂത്തിൽ നിലവിൽ താമസിക്കുന്ന വർഷങ്ങളായിട്ട് റേഷൻ കട നടത്തുന്ന 26 പേരെ, റേഷൻ കട ഉടമസ്ഥനടക്കം 26 പേരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് രേഖപ്പെടുത്തി കരട് പ്രസിദ്ധീകരിച്ച സമയത്ത് ആ കരടിലുണ്ടായിരുന്ന ആളുകളെ പോലെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായിട്ട് ഒഴിവാക്കലും ചേർത്തലും നടന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ആരുടെ നിയന്ത്രണത്തിലാണെന്നുള്ളത് പരിശോധിക്കണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആസൂത്രിതമായിട്ട് അട്ടിമറിക്കാൻ CPM-ഉം കോൺഗ്രസും ചേർന്ന് ശ്രമം നടക്കുന്നുണ്ട്. ഇവിടുത്തെ വോട്ടർമാരെ BLO-മാരെ ഉപയോഗിച്ച് നിലവിലുള്ള വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. 26 പേരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകളെയാണ് അവരുടെ എൻക്വയറി പോലും ഇല്ലാതെ BLO ഒഴിവാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാപകമായിട്ട് ഒഴിവാക്കലും കൂട്ടിച്ചേർത്തലുകൾ നടത്തുന്നുണ്ട്. രണ്ട് ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്നുള്ള നീക്കമാണിത്. അല്ല, മലമ്പുഴ മണ്ഡലത്തിൽ കൊടുമ്പ് പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? കൊടുമ്പ് പഞ്ചായത്തും എല്ലാം ആരുടെ ശക്തി കേന്ദ്ര? കണ്ണാടി പഞ്ചായത്തിലാണ് ചേർത്തി പറയുന്നത്. കണ്ണാടി പഞ്ചായത്തിൽ അവരെ ചേർത്തണമെങ്കിൽ അവരുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലേ? താമസ സർട്ടിഫിക്കറ്റ് വേണം. പഞ്ചായത്ത് ഭരിക്കുന്നത് CPM-ആ. ആ പഞ്ചായത്തിൽ നിന്ന് താമസ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പർ കണ്ണാടിയിലില്ല. ആ പഞ്ചായത്തിൽ നിന്ന് താമസ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചു പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? CPM ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ രണ്ടാളും ഒത്തുചേർന്ന് ആസൂത്രിതമായിട്ട് ശ്രമം നടത്തുകയാണ്. പാലക്കാട് നഗരസഭാ പരിധിയിൽ ചേർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം ഞങ്ങളാ ഭരിക്കുന്ന നഗരസഭ, അതുകൊണ്ട് താമസ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്. കണ്ണാടി പഞ്ചായത്ത് ഭരിക്കുന്ന CPM അല്ലേ, കോൺഗ്രസ് അല്ലേ അവിടുത്തെ പ്രധാന പ്രതിപക്ഷം? രണ്ടാളും ചേർന്ന് നടത്തുന്ന കളിയാണ്. പാലക്കാട് നഗരസഭാ പരിധിയിലാണ് 31 പേരെ എൻക്വയറി പോലും ഇല്ലാതെ ഒരു ബൂത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്.